ഹേയ് മക്കൾസ്, ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. വെൽക്കം ബാക്ക് ടു റിപ്പോർട്ട്. മക്കളെ, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. നോക്കൂ, ഇതിലും എളുപ്പത്തിൽ, ഇതിലും പെട്ടെന്ന് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചരിത്രത്തിൽ ഇന്ന് വരെ ആരും പഠിപ്പിച്ച് കാണില്ല. ഉറപ്പാണ്, സത്യം. അത്രയും ക്യുക്കായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ കമോൺ. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? പ്രോഗ്രാംസ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അച്ചീവ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. പലതവണ അതിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി. 2 മാർക്ക് ചോദ്യമായിട്ട് പലതവണ വന്നിട്ടുള്ളതാണ്. 2 പദ്ധതികളാണ് ഗവൺമെൻറ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തെ പദ്ധതിയാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. രണ്ടാമത്തെ പദ്ധതിയാണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, അല്ലെങ്കിൽ RCH പ്രോഗ്രാം. ക്ലിയർ ആണോ? 2 പദ്ധതികൾ ഏതൊക്കെയാണ്? ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ആൻഡ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, ഓർ RCH പ്രോഗ്രാം. സെറ്റാണല്ലോ. ഇനി നമ്മളോട് ചോദിക്കും ബാൻ ഓൺ ആംനിയോസെൻറ്റസിസിനെ കുറിച്ച്. അപ്പോൾ പദ്ധതികൾ ഇത് രണ്ടുമാണ്. സെറ്റാണല്ലോ. അടുത്തത് ബാൻ ഓൺ ആംനിയോസെൻറ്റസിസ്. നമ്മുടെ രാജ്യത്ത് ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന പരിപാടി നിരോധിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ആംനിയോസെൻറ്റസിസ് എന്ന് നമ്മളോട് ചോദിക്കും. നോക്കൂ, ഗർഭാശയത്തിൽ, അമ്മയുടെ ഗർഭാശയത്തിൽ യൂട്രസിൽ കുഞ്ഞ് കിടക്കുന്നത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ ഉള്ളിലായിട്ടാണ്. അതായത് കുഞ്ഞ് കിടക്കുന്ന ആ കുഞ്ഞിന് ചുറ്റും ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. നോക്കൂ, ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ അതൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആംനിയോസെൻറ്റസിസ്, ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ് ആൻഡ് ഫീറ്റൽ ക്രോമസോംസ് ആർ സ്റ്റഡിഡ്. ആംനയോട്ടിക് ഫ്ലൂയിഡിനെ കളക്ട് ചെയ്യുകയും ആ ഫ്ലൂയിഡിനകത്ത് ഫീറ്റസിൻ്റെ സെല്ലുകൾ, ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങൾ ഉണ്ടാകും. ആ കോശങ്ങളിലെ ക്രോമസോമുകളെ പഠനം നടത്തുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ആംനിയോസെൻറ്റസിസ് എന്ന് പറയുക. ഇപ്പോൾ വാട്ട് ഈസ് ആംനിയോസെൻറ്റസിസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻ ആംനിയോസെൻറ്റസിസ് ആംനയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ് ആൻഡ് ഫീറ്റൽ ക്രോമസോംസ് ആർ സ്റ്റഡിഡ്. സെറ്റാണോ? അത്ര എഴുതിയാൽ മതി. ഇനി നമ്മളോട് ചോദിക്കും വാട്ട് ആർ ദ യൂസസ്. ആംനിയോസെൻറ്റസിസിൻ്റെ യൂസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് സെക്സ് ഓഫ് ഫീറ്റസ്. ഫീറ്റസിൻ്റെ സെക്സ് അറിയാൻ ഇത് യൂസ് ചെയ്യാം. കാരണം എന്താ? അവസാനത്തെ പെയർ ഓഫ് ക്രോമസോം XX ആണെങ്കിൽ കുഞ്ഞ് പെൺകുഞ്ഞാണ്, XY ആണെങ്കിൽ കുഞ്ഞ് ആൺകുഞ്ഞാണ്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് സെക്സ് ഓഫ് ഫീറ്റസ്. പിന്നെന്താണ്? ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ടു ഡിറ്റക്ട് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഓക്കെ, ജനറ്റിക് ഡിസോർഡേഴ്സ് ഓഫ് ഫീറ്റസ്. ഫീറ്റസിന് ജനിതക രോഗങ്ങളുണ്ടോ? ജനറ്റിക് അല്ല, ജനറ്റിക് കേട്ടോ. ജനറ്റിക് ഡിസോർഡേഴ്സ് ഓഫ് ഫീറ്റസ്, ഫീറ്റസിന് ജനിതക രോഗങ്ങളുണ്ടോ? ഈ 2 കാര്യങ്ങൾ അറിയാൻ വേണ്ടി ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. സെറ്റാണല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഇനി ചോദിക്കുക എന്താണെന്ന് അറിയോ? വൈ ഇറ്റ് ഈസ് ബാൻഡ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്തത്? അതിൻ്റെ കാരണം ഇതാണ്. പണ്ട് ആളുകൾ ആംനിയോസെൻറ്റസിസ് ചെയ്തിട്ട് ഇതിൽ XX അല്ലെങ്കിൽ XY അവസാനത്തെ ക്രോമസോം വെച്ച് കുഞ്ഞിനെ തിരിച്ചറിയുന്നു. കുഞ്ഞ് ഫീമെയിൽ ആണെന്ന് അറിഞ്ഞാൽ അവർ ആ കുഞ്ഞിനെ, ആ ഫീറ്റസിനെ കൊന്നുകളയുമായിരുന്നു. അതായത് അബോർഷൻ നടത്തി അതിനെ കൊല്ലുമായിരുന്നു. ഫീമെയിൽ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെക്കുമായിരുന്നു. ആ ഒരു പരിപാടി തടയാൻ വേണ്ടിയിട്ടാണ്. സോ ആംനിയോസെൻറ്റസിസ് ഈസ് ബാൻഡ്, നിരോധിച്ചു. ടു പ്രിവെൻറ്റ് ഇല്ലീഗൽ, നിയമവിരുദ്ധമായ ഫീമെയിൽ ഫീറ്റിസൈഡ്, അത് തടയാൻ വേണ്ടി. സോ വൈ ഇറ്റ് ഈസ് ബാൻഡ്? ഇറ്റ് ഈസ് ബാൻഡ് ടു പ്രിവെൻറ്റ് ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ്. ഫീറ്റസിനെ കൊല്ലുക, ഫീറ്റസിനെ അബോർഷൻ ചെയ്യുക, അതിനെയാണ് ഫീറ്റിസൈഡ് എന്ന് പറയുക. അപ്പോൾ ഫീമെയിൽ ഫീറ്റിസൈഡ് തടയാൻ വേണ്ടി. സെറ്റാണല്ലോ. വാട്ട് ഈസ് ആംനിയോസെൻറ്റസിസ്? വാട്ട് ആർ ദ യൂസസ്? സെക്സ് അറിയാൻ, ടു ഡിറ്റക്ട് സെക്സ് ആൻഡ് ടു ഡിറ്റക്ട് ജനറ്റിക് ഡിസോർഡേഴ്സ്. വൈ ഇറ്റ് ഈസ് ബാൻഡ്? അത് ബാൻ ചെയ്ത് ടു പ്രിവെൻറ്റ് ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ്സ്, അല്ലെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡ്, അത് തടയാൻ. ഇനി അടുത്തത് പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട്, നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ പോപ്പുലേഷനെ സ്റ്റെബിലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിന് മുൻപ് നമ്മുടെ പോപ്പുലേഷൻ ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് കൂടുക, എക്സ്പ്ലോഷൻ നടക്കുകയാണ് അല്ലേ? എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ വിസ്ഫോടനകരമാം വിധം, ഒരു സ്ഫോടനം നടക്കുന്ന പോലെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ആർ ദ റീസൺസ് ഓഫ് ദിസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട 2 കാരണങ്ങൾ NCERT പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ മരണനിരക്കുകൾ കുറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട് 2 തരം മരണനിരക്കാണ്. ഒന്ന് IMR-ൻ്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കും. അതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. നമ്മുടെ നാട്ടിലിപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ മരണനിരക്ക് കുറവാണ്. അപ്പോൾ ആളുകളുടെ മൊത്തം മരണനിരക്ക് കുറഞ്ഞു. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതാണൊരു കാര്യം. ഓക്കെ, സോ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് പറയാം ഡിക്രീസ്ഡ് IMR-ൻ്റെ ഫുൾ ഫോം ദ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. കുഞ്ഞുങ്ങളുടെ മോർട്ടാലിറ്റി, മരണം റേറ്റ് നിരക്ക്. ഇൻഫൻറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്താണ്, നമ്മുടെ രാജ്യത്ത് MMR-ഉം കുറയാണ്, മാതൃമരണ നിരക്ക്. MMR-ൻ്റെ ഫുൾ ഫോം ചോദിക്കും, മെറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക്. അതാണ് മലയാളം വേർഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ IMR-ൻ്റെ MMR-ൻ്റെ ഫുൾ ഫോം 1 മാർക്ക് ചോദ്യമായിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്.
സെറ്റാണല്ലോ? ഓക്കെ, നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഇത്ര പഠിക്കുക IMRൻ്റെയും MMRൻ്റെയും ഫുൾ ഫോം. ഇനി നമുക്ക് നേരെ നോക്കാം. നമ്മുടെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുകയാണ് അല്ലേ? അപ്പോൾ ഈ പോപ്പുലേഷൻ കൂടുന്നത് തടയാൻ നമ്മൾ പലതരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ, ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പലതരം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചുള്ളത് ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകളെ കുറിച്ചാണ്. നോക്കിയാലോ? നോക്കൂ, നമുക്ക് പ്രധാനമായിട്ടും 5 വ്യത്യസ്ത തരം കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകളാണുള്ളത്. ഒന്നാമത്തേതാണ് നാച്ചുറൽ മെത്തേഡ്. എന്താണ് നാച്ചുറൽ മെത്തേഡ്? നാച്ചുറൽ ആയുള്ള കുറേ മെത്തേഡുകൾ. 2 ബാരിയർ മെത്തേഡ്സ്, പലതരം ബാരിയറുകളുടെ സഹായത്തോടെയുള്ള മെത്തേഡ്. എന്താ നമുക്ക് പിന്നെ നോക്കാം. അടുത്തതാണ് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, യൂട്രൈൻ എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഉള്ളിൽ വെക്കുന്ന ചില ഡിവൈസുകൾ. മൂന്നാമത്തെ എന്താ? ഹോർമോണൽ മെത്തേഡ്സ്. ഹോർമോണിനെ നമ്മൾ മരുന്ന് രൂപത്തിൽ കഴിക്കുക, ടാബ്ലറ്റ് രൂപത്തിൽ ഹോർമോണിനെ കഴിക്കുക. അങ്ങനെ നമ്മൾ കഴിച്ചാൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ പില്ലുകൾ എന്ന് വിളിക്കും അതിനെ. നമ്മൾ ഹോർമോണിനെ മരുന്ന് രൂപത്തിൽ കഴിക്കുന്നു, ഗുളിക രൂപത്തിൽ കഴിച്ചാൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയും. അല്ലെങ്കിൽ ഹോർമോണിനെ നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കാം, അപ്പോൾ നമ്മൾ ഇഞ്ചക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഹോർമോണിനെ ചെറിയ ട്യൂബുകൾക്കകത്താക്കിയിട്ട് ഈ ട്യൂബുകൾ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കും. ഡോക്ടർമാർ ചെറിയൊരു മുറിവുണ്ടാക്കി അതിലൂടെ സ്കിന്നിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കും. അതിനാണ് നമ്മൾ ഇംപ്ലാന്റ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഹോർമോണൽ മെത്തേഡുകളെ 3 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ പില്ല് രൂപത്തിൽ, ടാബ്ലറ്റ് രൂപത്തിൽ, അപ്പോൾ നമ്മളതിനെ പില്ലുകളെന്നോ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്നോ വിളിക്കും. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ, അപ്പോൾ ഇഞ്ചക്റ്റബിൾ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇംപ്ലാന്റ് രൂപത്തിൽ. ഓക്കെ, വാട്ട് എവർ ഹോർമോണൽ മെത്തേഡ്. ആൻഡ് ഫൈനലി സർജിക്കൽ മെത്തേഡ്. സെറ്റാണോ? അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് വെച്ചാൽ ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ളത് നാച്ചുറൽ മെത്തേഡ്, 2 ബാരിയറുകൾ. എന്ത്? കോണ്ടം ഒരു ബാരിയറാണ്, നമ്മൾ പിനസിൻ്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ പിനസും ഫീമെയിലിൻ്റെ ബോഡിയും കൂടി ടച്ച് വരാതിരിക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് ബാരിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ബാരിയർ മെത്തേഡ്. പിന്നെന്താ? യൂട്രസിൻ്റെ ഉള്ളിൽ ഗർഭാശയത്തിൽ വെക്കുന്ന ഡിവൈസുകൾ, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഓക്കെ, നാച്ചുറൽ, ബാരിയർ, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. പിന്നെന്താ? ഹോർമോണൽ മെത്തേഡ്, ഹോർമോണിനെ പിൽ രൂപത്തിൽ, ഓറൽ കോൺട്രാസെപ്റ്റീവ് ഓർ പിൽസ്. പിന്നെ ഇഞ്ചക്റ്റബിൾ അല്ലെങ്കിൽ ഇംപ്ലാന്റ്, സ്കിന്നിൻ്റെ അടിയിൽ ഇംപ്ലാന്റ് അല്ലേ? 3 തരത്തിലുള്ള ഹോർമോണൽ മെത്തേഡ്. അവസാനമായിട്ട് സർജിക്കൽ മെത്തേഡ്, സർജറിയിലൂടെ. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ ഈ ഓരോ മെത്തേഡ്സിനെ കുറിച്ചും പഠിക്കാൻ പോവാണ്. ആദ്യം തന്നെ നാച്ചുറൽ മെത്തേഡ്. 3 നാച്ചുറൽ മെത്തേഡുകളുടെ പേര് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലാക്ടേഷണൽ അമെനോറിയ. ആദ്യത്തെ എന്താണ് മക്കളെ? ലാക്ടേഷണൽ അമെനോറിയ. ഇതിൻ്റെ പ്രത്യേകത, കുഞ്ഞിന് പാല് കൊടുക്കുക. കുഞ്ഞ് ജനിച്ച് നന്നായിട്ട് കുഞ്ഞിനെ മുലയൂട്ടിയാൽ അടുത്ത 6 മാസം കുഞ്ഞുണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ കുഞ്ഞിനെ നന്നായി മുലയൂട്ടുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ടെക്നിക്ക്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് എഫക്റ്റീവ് അപ് ടു 6 മന്ത് ഫോളോയിങ് പാർച്ചുറേഷൻ. പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ 6 മാസം വരെ ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് വൺ എന്താ? ലാക്ടേഷണൽ അമെനോറിയ. രണ്ടാമത്തേതാണ് കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. വായിച്ച്, കോയിറ്റസ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ്. ഇൻ്ററപ്റ്റ്, അതിനെ ഇൻ്ററപ്റ്റ് ചെയ്യുക, അവസാനിപ്പിക്കുക. എങ്ങനെ? അതിൻ്റെ മറ്റൊരു പേരാണ് വിത്ഡ്രോവൽ മെത്തേഡ്. അതായത് മെയിലിൻ്റെ സെമൻ അല്ലെങ്കിൽ സ്പേം പുറത്തോട്ട് വരുന്നതിന് മുമ്പ് സെക്ഷൽ ഇൻ്റർകോഴ്സ് സമയത്ത് വജൈനയിൽ നിന്ന് പിനസിനെ പുറത്തോട്ട് എടുക്കുക. അതാണ് വിത്ഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. മൂന്നാമത്തെ മെത്തേഡാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. അതായത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡേ 10 to 17 അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ പീരീഡ്. ഈ പീരീഡിൽ സെക്സിൽ ഏർപ്പെടാതിരിക്കുക, അതാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. ദ കപ്പിൾ ആബ്സ്റ്റെയിൻ ഫ്രം കോയിറ്റസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡേ 10 to 17 ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിൽ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ കപ്പിൾ ഈ സെക്സിൽ നിന്ന്, കോയിറ്റസിൽ നിന്ന് വിട്ടു നിൽക്കുക. സെറ്റാണോ? ദാറ്റ്സ് ഇറ്റ്. 3 നാച്ചുറൽ മെത്തേഡ്. വൺസ് അഗൈൻ പറഞ്ഞേ, ലാക്ടേഷണൽ അമെനോറിയ 6 മാസം വരെ എഫക്റ്റീവ് ഉള്ളൂ. കോയിറ്റസ് ഇൻ്ററപ്റ്റസ് അല്ലെങ്കിൽ വിത്ഡ്രോവൽ മെത്തേഡ്, അത്ര മനസ്സിലാക്കിയാൽ മതി. അവസാനത്തെ പീരിയോഡിക് ആബ്സ്റ്റൈൻസ്, കപ്പിൾ ആബ്സ്റ്റൈൻ ഫ്രം കോയിറ്റസ് ഡ്യൂറിങ് ഡേ 10 to 17. സെറ്റ് ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ്സ് എല്ലാം പഠിച്ചു. ഇനി ബാരിയർ കോൺട്രാസെപ്റ്റീവ്സ് ആണെങ്കിൽ ബാരിയർ മെത്തേഡ്സ് നോക്കൂ. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് കോണ്ടം. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. നോക്കൂ, മെയിലിൻ്റെ അതാണ് M&F എന്ന് കൊടുത്തത്. മെയിലിൻ്റെ കോണ്ടാണിത്, ഫീമെയിലിൻ്റെ കോണ്ടാണിത് കേട്ടോ. ഓക്കെ, മെയിലിനും ഫീമെയിലിനും കോണ്ട അവൈലബിൾ ആണ്. അടുത്താണ് കുട്ടികളെ, ഇതെന്താ? മെയിലിൻ്റെ പിനസിൽ നിന്നുള്ള സെമൻ ഒരിക്കലും ഫീമെയിൽ ബോഡിയിലേക്ക് എത്തില്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്നോളും. അല്ലെങ്കിൽ ഇത് ഫീമെയിലിൻ്റെ വജൈനയിലേക്ക് കയറ്റി വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോണ്ടമാണ്. അപ്പോൾ ഇതും ഫീമെയിലിൻ്റെ യൂട്രസിലേക്കോ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്കോ സ്പേം എത്തൂല, ഇതിൻ്റെ ഉള്ളിൽ കിടന്നോളും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ പുറത്തോട്ട് വന്നോളൂ അല്ലേ? അതാണ് ബാരിയർ മെത്തേഡ്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ബാരിയർ, അപ്പോൾ കോണ്ടങ്ങൾ മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ട അല്ലേ. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ബാരിയറാണ് സെർവൈക്കൽ ക്യാപ്പ്. ഇതെന്താ വെച്ചാൽ ഫീമെയിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട്, ഇത് ഇവിടെയാണ് ഫീമെയിലിൻ്റെ സെർവിക്സ്, അതായത് യൂട്രസിൻ്റെ സെർവിക്സ്, ഇവിടെ വജൈന. ഈ സെർവിക്സിനെ കവർ ചെയ്തുകൊണ്ട് ഈ ക്യാപ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് കുട്ടികളെ? ഒരിക്കലും സ്പേം ഉള്ളിലേക്ക് കയറൂല. അത് പിന്നീട് പുറത്തോട്ട് എടുക്കുമ്പോൾ ആ ക്യാപ്പിൻ്റെ കൂടെ തന്നെ ആ സ്പേമും പുറത്തോട്ട് വന്നോളും. ക്ലിയർ ആണല്ലോ? അതാണ് സെർവൈക്കൽ ക്യാപ്പിൻ്റെ അതേപോലെയുള്ള വേറെ വസ്തുക്കളാണ് ഡയഫ്രം ആൻഡ് വോൾട്ട്. എല്ലാം ഇതേപോലത്തെ വസ്തു
വസ്തുക്കളാണ്. ഷേപ്പിലുള്ള ചെറിയ വ്യത്യാസം അനുസരിച്ച് ആ പേരിൽ മാറ്റമുള്ളത് കേട്ടോ. സെർവൈക്കൽ ക്യാപ്പ്, ഡയഫ്രം, വോൾട്ട് ആൻഡ് കോണ്ടം. ഇത്രയും കാര്യങ്ങളാണ് ബാരിയർ മെത്തേഡ്. പേര് പഠിച്ചേ പറ്റുള്ളൂ, മസ്റ്റാണ്. സെർവൈക്കൽ ക്യാപ്പ്, ഡയഫ്രം, വോൾട്ട് എല്ലാം ഇങ്ങനെ തന്നെ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ കോണ്ടം അവൈലബിൾ ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. സെറ്റാണല്ലോ. ഓക്കെ അല്ലേ? രണ്ട് കാര്യം പഠിച്ചു അല്ലേ? ബാരിയർ മെത്തേഡ്, നാച്ചുറൽ മെത്തേഡ്. മൂന്നാമത്തതാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. യൂട്രസിനകത്ത് കയറ്റി വെച്ച് കൊടുക്കുന്ന ഡിവൈസ്. ഓക്കെ, നമ്മൾ യൂട്രസിൻ്റെ ഡയഗ്രം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. യൂട്രസ് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? യൂട്രസ് ഉണ്ടാവും, ദെൻ സെർവിക്സ് യൂട്രസിൻ്റെ ഭാഗമാണ്, താഴെ വജൈന. നമുക്ക് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ടോ? ഈ ഒരു സാധനം അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇങ്ങനെ ഒരു ഷേപ്പൊക്കെ ഉള്ള സംഭവമായിരിക്കും. അതിന് രണ്ട് നൂല് താഴോട്ട് നിൽക്കുന്നുണ്ടാവും. ഈ നൂല് വജൈനയിലൂടെ അങ്ങനെ നിൽക്കും. ക്യാൻ യു സീ ഇൻ ദിസ് പിക്ചർ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നോക്കൂ മക്കളെ, ഇൻട്രാ യൂട്രൈൻ ഡിവൈസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മളോട് ചോദിക്കും. 3 തരത്തിലുള്ള ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് നോൺ മെഡിക്കേറ്റഡ് IUD. ഇൻട്രാ യൂട്രൈൻ ഡിവൈസിൻ്റെ ഷോർട്ട് ഫോമാണ് IUD. പലപ്പോഴും IUDയുടെ ഫുൾ ഫോമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക കേട്ടോ. IUDയുടെ ഫുൾ ഫോം 1 മാർക്ക്, പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ 3 മാർക്ക്. 2 രീതിയിൽ ചോദ്യം വരാം. നമുക്ക് നോൺ മെഡിക്കേറ്റഡ് IUD എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അടുത്തത് കോപ്പർ അയോൺ റിലീസിങ് അല്ലെങ്കിൽ കോപ്പർ റിലീസിങ് IUD. അടുത്താണ് ഹോർമോൺ റിലീസിങ് IUD. IUDs ആർ 3 ടൈപ്സ്: നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിങ് ആൻഡ് ഹോർമോൺ റിലീസിങ്. നോൺ മെഡിക്കേറ്റഡിൻ്റെ ഉദാഹരണം പഠിക്കണം. ദാറ്റ് ഈസ് ലിപ്പീസ് ലൂപ്പ്. പറഞ്ഞേ, ലിപ്പീസ് ലൂപ്പ് കേട്ടോ, ലിപ്പീസ് ലൂപ്പ്. അടുത്താണ് കോപ്പർ റിലീസിങ്. കോപ്പർ റിലീസിങ്ങിൻ്റെ 3 ഉദാഹരണം ഉണ്ട്. ഇതൊക്കെ ഷേപ്പ് ബേസ് ചെയ്തിട്ടാണ്. നോക്കൂ, ലിപ്പീസ് ലൂപ്പിൻ്റെ ഷേപ്പ് എങ്ങനെ വെച്ചാൽ ഒരു ലൂപ്പ് ഷേപ്പ്ഡാണ്. എന്നിട്ട് അവിടുന്ന് 2 നൂലുണ്ടാവും. അതാണ് ലിപ്പീസ് ലൂപ്പ്. അടുത്തത് കോപ്പർ ടീ. കണ്ടോ, കോപ്പർ അയോൺ റിലീസ് ചെയ്യുന്നതാണ്, ടീ ഷേപ്പ്ഡാണ്. അപ്പോൾ ഇത് കോപ്പർ ടീയുടെ ചിത്രം. ഇത് തന്നിട്ട് എന്താണെന്ന് ചോദിക്കും. ഇറ്റ്സ് എ കോപ്പർ ടീ IUD. അപ്പോൾ കോപ്പർ റിലീസിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ് കോപ്പർ ടീ. അടുത്താണ് കോപ്പർ 7. അതിങ്ങനെ ഒരു 7ൻ്റെ ഷേപ്പാണ്. പിന്നെ 2 നൂല് താഴോട്ടുണ്ടാവും ഇതേപോലെ തന്നെ, പക്ഷേ ഷേപ്പ് 7 ആണ്. ഓക്കെ, കോപ്പർ ടീ, കോപ്പർ 7. പിന്നെ അടുത്താണ് മൾട്ടി ലോഡ് 375. കോപ്പർ ടീ, കോപ്പർ 7, മൾട്ടി ലോഡ് 375. ഓക്കെ, എന്തൊക്കെ? കോപ്പർ ടീ, കോപ്പർ 7, മൾട്ടി ലോഡ് 375. നോൺ മെഡിക്കേറ്റഡ്, ലിപ്പീസ് ലൂപ്പ് അല്ലേ? ഇനി ഹോർമോൺ റിലീസിങ് 2 ഉദാഹരണമുള്ളത്. LNG-20 പ്രൊജസ്റ്റാസേർട്ട്. പറഞ്ഞേ, LNG-20 പ്രൊജസ്റ്റാസേർട്ട്. LNG-20 പ്രൊജസ്റ്റാസേർട്ട്. സെറ്റാണോ? ഇത്രയേ ഉള്ളൂ, പണി തീർന്നു. നോൺ മെഡിക്കേറ്റഡ്, ലിപ്പീസ് ലൂപ്പ്. കോപ്പർ റിലീസിങ് കോപ്പർ ടീ, കോപ്പർ 7, മൾട്ടി ലോഡ് 375. ദെൻ ഹോർമോൺ റിലീസിങ് LNG-20 പ്രൊജസ്റ്റാസേർട്ട്. സിമ്പിൾ. ഇനി അടുത്താണ് ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ്. നോക്കൂ, ഞാൻ പറഞ്ഞു ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് പില്ല് രൂപത്തിലെടുക്കാം, ഇഞ്ചക്ഷൻ രൂപത്തിലെടുക്കാം, ഇംപ്ലാന്റ് രൂപത്തിലെടുക്കാം അല്ലേ? സോ ഇത് ഒരു ഇംപ്ലാന്റിൻ്റെ ചിത്രമാണ്. പരീക്ഷയ്ക്ക് ഈ ചിത്രം കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കും. സോ ഇറ്റ്സ് എ ഹോർമോണൽ ഇംപ്ലാന്റ് അല്ലെങ്കിൽ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ളൊരു ഇംപ്ലാന്റ് ആണ് നമ്മൾ പറയണം അല്ലേ? ശരി, ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് പിൽസ്. നോക്കൂ, സാധാരണ പില്ലുകളെല്ലാം ഇറ്റ് കണ്ടെയ്ൻസ് ഒന്നുകിൽ പ്രൊജസ്റ്റിറോൺ ഹോർമോൺ മാത്രമുള്ള പില്ലുകളാണ്. സോ പിൽസ് ആർ എയ്തർ പ്രൊജസ്റ്റോജൻ എന്ന് പറഞ്ഞാൽ പ്രൊജസ്റ്റിറോൺ കേട്ടോ, അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് പ്രൊജസ്റ്റോജൻ ഓൺലി പിൽസ്. ഒന്നുകിൽ പ്രൊജസ്റ്റോജൻ ഓൺലി ഉള്ള പില്ലായിരിക്കും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഈസ്ട്രോജൻ പ്ലസ് പ്രൊജസ്റ്റോജൻ. കോമ്പിനേഷൻ, ഈസ്ട്രോജൻ്റെയും പ്രൊജസ്റ്റോജൻ്റെയും കോമ്പിനേഷൻ. ഈ രണ്ടാലൊരു രീതിയിലാണ് പില്ല് ഗുളികകൾ ഉണ്ടാക്കുന്നത്. ഒന്നുകിൽ ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ഓൺലി പ്രൊജസ്റ്റിറോൺ, അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്ലസ് പ്രൊജസ്റ്റിറോൺ കോമ്പിനേഷൻ. പ്രൊജസ്റ്റിറോണിനെ പ്രൊജസ്റ്റോജൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി ഇത്തരം പില്ലുകളെല്ലാം തന്നെ ടേക്കൺ ഡെയിലി, എല്ലാ ദിവസവും കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ കുഞ്ഞുണ്ടാവേണ്ടെന്ന് വിചാരിച്ച് അവർ കാലാകാലം എല്ലാ ദിവസവും പില്ലെടുത്ത് കഴിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ടൈപ്പ് ഓഫ് പില്ലുണ്ട്. ഇത്തരം ഹോർമോണുകളല്ലാത്ത വേറെ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ, വേറെ കെമിക്കൽ ഉപയോഗിച്ചുണ്ടാക്കിയ പില്ല്. അത്തരത്തിലുള്ളൊരു പില്ലാണ് സഹേലി. സഹേലിയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് എ നോൺ സ്റ്റിറോയിഡൽ പിൽ. നോൺ സ്റ്റിറോയിഡൽ എന്ന് പറഞ്ഞാൽ ഇത്തരം ഹോർമോണുകൾ ഇല്ലാത്ത പില്ലാണ്. ഈസ്ട്രോജനും ഇല്ല, പ്രൊജസ്റ്റിറോണും ഇല്ല, അതിൻ്റെ കോമ്പിനേഷൻ ഇതൊന്നും അല്ലാത്ത പില്ലാണ്. സോ സഹേലി ഈസ് എ നോൺ സ്റ്റിറോയിഡൽ പിൽ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ CDRI, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇറ്റ് ഈസ് വൺസ് എ വീക്ക് പിൽ. ആഴ്ചയിൽ ഒരെണ്ണം കഴിച്ചാൽ മതി. ഇതൊക്കെ ഡെയിലി ഓരോന്ന് കഴിക്കേണ്ടി വരുമ്പോൾ ഇത് വൺസ് എ വീക്ക്, ആഴ്ചയിൽ ഒരെണ്ണം കഴിച്ചാൽ മതി. സെറ്റാണല്ലോ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സാധാരണ പിൽസ് ടേക്കൺ ഡെയിലി ഇറ്റ് കണ്ടെയ്ൻസ് എയ്തർ പ്രൊജസ്റ്റോജൻ ഓൺലി, ഒന്നുകിൽ പ്രൊജസ്റ്റിറോൺ മാത്രം, അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻ പ്ലസ് ഈസ്ട്രോജൻ കോമ്പിനേഷൻ, ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ഡെയിലി, റൈറ്റ്? ആൻഡ് ദർ ഈസ് അനദർ പിൽ, സഹേലി. ഇറ്റ് ഈസ് എ നോൺ സ്റ്റിറോയിഡൽ പിൽ ഡെവലപ്ഡ് ബൈ CDRI ആൻഡ് ഇറ്റ് ഈസ് വൺസ് എ വീക്ക്. ആഴ്ചയിൽ ഒരെണ്ണം കഴിച്ചാൽ മതി. സെറ്റാണോ? ഇത്രയേ ഉള്ളൂ ഹോർമോണൽ. ആൻഡ് ഫൈനൽ മെത്തേഡ്, സർജിക്കൽ മെത്തേഡ്. നമ്മളോട് ചോദിക്കാറുണ്ട് സർജിക്കൽ മെത്തേഡിൻ്റെ വേറെ പേരെന്താ ചോദിക്കും. സ്റ്റെറിലൈസേഷൻ. സർജിക്കൽ മെത്തേഡിനെ വിളിക്കുന്ന വേറെ പേരാണ് സ്റ്റെറിലൈസേഷൻ. ക്ലിയർ ആണല്ലോ കുട്ടികളെ? നൗ
നോക്കൂ, രണ്ട് തരത്തിലുള്ള സർജിക്കൽ മെത്തേഡ് ഉണ്ട്, വാസെക്ടമി ആൻഡ് ട്യൂബെക്ടമി. നോക്കൂ, വാസെക്ടമി നമ്മൾ മെയിലിൻ്റെ കേസിലാണ് ചെയ്യുന്നത്. വാസ് ഡിഫറൻസിനെ ടൈ ചെയ്യും, കെട്ടിവെക്കും, അതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യുന്ന നടുഭാഗം കട്ട് ചെയ്യും. സോ ഹിയർ വാസ് ഡിഫറൻസ് ഈസ് കട്ട് ആൻഡ് ടൈഡ്, അല്ലേ? വാസ് ഡിഫറൻസ് ഈസ് കട്ട് ആൻഡ് ടൈഡ്. എന്നാൽ ട്യൂബെക്ടമിയിലോ ഫെലോപ്പിയൻ ട്യൂബ് ഈസ് കട്ട് ആൻഡ് ടൈഡ്. ആൻഡ് ഇൻഫാക്ട് ഞാൻ ട്യൂബെക്ടമി ചെയ്തിട്ടുണ്ട് എൻ്റെ PGയുടെ കൂടെ, എൻ്റെ MBBS ഹൗസ് സർജൻസി കാലത്ത് കേട്ടോ. ഓക്കെ, സോ വാസെക്ടമി ആൻഡ് ട്യൂബെക്ടമി. ഓക്കെ, ട്യൂബെക്ടമിയിൽ ഫെലോപ്പിയൻ ട്യൂബ് ഈസ് കട്ട് ആൻഡ് ടൈഡ്, അല്ലേ? ഫെലോപ്പിയൻ ട്യൂബിനെ കെട്ടിവെക്കുന്നു, കട്ട് ചെയ്യുന്നു, ഈ രണ്ട് പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കും, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ്റെ പേരെന്താ? ട്യൂബെക്ടമി. മെയിൽ സ്റ്റെറിലൈസേഷൻ്റെ പേരെന്താ? വാസെക്ടമി. അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡിൻ്റെ വേറെ പേരെന്താന്ന് ചോദിക്കും. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട്, വൈ സർജിക്കൽ മെത്തേഡ് ഈസ് എ ടെർമിനൽ മെത്തേഡ്? എന്തുകൊണ്ടാണ് സർജിക്കൽ മെത്തേഡിനെ ഒരു ടെർമിനൽ മെത്തേഡാണ്, അവസാനത്തെ മെത്തേഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ ഇനി എപ്പോഴും അവസാനത്തെ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് ഇതിനെ പറയാറുള്ളൂ. അതിൻ്റെ കാരണം വൈ ഇറ്റ് ഈസ് ടെർമിനൽ മെത്തേഡ് എന്ന് ചോദിച്ചാൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. അതായത് ഇപ്പോൾ നിങ്ങൾ കോണ്ടം യൂസ് ചെയ്യുന്നു, ഇനി നിങ്ങൾ കോണ്ടം വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവും. നിങ്ങൾ പില്ല് ഉപയോഗിക്കുന്നു, പില്ല് വേണ്ടാന്ന് വെച്ചാൽ കുട്ടി ഉണ്ടാവും. പക്ഷെ ഒരിക്കൽ സർജറി ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും കുട്ടി ഉണ്ടാവണമെങ്കിൽ അത്ര എളുപ്പമല്ല, വീണ്ടും കുട്ടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ചെയ്താൽ പിന്നെ തിരിച്ചുവരവ് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. സോ വൈ ഇറ്റ് ഈസ് ടെർമിനൽ മെത്തേഡ്? ബിക്കോസ് ദി സർജിക്കൽ മെത്തേഡ് ഓർ സ്റ്റെറിലൈസേഷൻ ഈസ് ഇറിവേഴ്സിബിൾ. സെറ്റാണല്ലോ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇതുവരെ പഠിപ്പിച്ചു. ഓക്കെ അല്ലേ? ഇനി സൈഡ് എഫക്ട്സ്. 2 മാർക്കിന് ചോദ്യമാണ് സൈഡ് എഫക്ട്സ്. നമുക്കൊരു 3 പോയിന്റെങ്കിലും എഴുതിയാൽ മതി. ഒന്ന്, അബ്ഡോമിൻ. എന്തൊക്കെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ? സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഒന്ന്, വയറ് വേദന ചിലർക്ക് ഉണ്ടാകും, ചിലർക്ക് നോസിയ, ചെറിയ ഓക്കാനം വരാം. അടുത്താണ് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. അതായത് സാധാരണ പീരീഡ്സിലാണ് പെൺകുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടാവും, എന്നാൽ പീരീഡ്സ് അല്ലാത്ത സമയത്ത് ചെറുങ്ങനെ വജൈനിൽ നിന്ന് ബ്ലഡ് വരും. അതാണ് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. സോ വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ്? അബ്ഡോമിനൽ പെയിൻ, നോസിയ, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. പിന്നെ NCERT ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ശരിക്കും ഇല്ലാത്ത കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോളൂ, ഒരു 4 പോയിന്റ് വേണമെങ്കിൽ പഠിച്ചോ, കുഴപ്പമില്ല. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ 2 മാർക്കിനല്ലേ, അപ്പോൾ 4 പോയിന്റ് കിടത്തോട്ടെ. അബ്ഡോമിനൽ പെയിൻ, നോസിയ, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് ആൻഡ് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ. സെറ്റാണോ? ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇതിൻ്റെ വേറെ പേരെന്താണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. നമ്മൾ മനഃപൂർവ്വം അബോർഷൻ നടത്തുക, അതാണ് ഇൻഡ്യൂസ് ചെയ്യുക അബോർഷനെ. സോ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഈസ് ഓൾസോ കോൾഡ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ഓക്കെ, ഇത് എപ്പോഴാണ് ചെയ്യുക? പ്രഗ്നൻസി തുടരുന്നത് അമ്മക്കോ കുഞ്ഞിനോ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമാവുന്നുണ്ടെങ്കിൽ നമ്മൾ അബോർഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് സാധാരണഗതിയിൽ. അപ്പോൾ അല്ലെങ്കിൽ ഒരു റേപ്പിൽ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി, അപ്പോൾ നമ്മൾ അവളെ അബോർഷൻ ചെയ്ത് സഹായിക്കണ്ടേ? ആ പെൺകുട്ടി ഇനി പ്രസവത്തിലേക്ക് തള്ളിവിടണം. സോ ഇൻ കേസ് ഓഫ് റേപ്സ്, അതേപോലെ തന്നെ ഇഫ് കണ്ടിന്യൂവേഷൻ ഓഫ് പ്രഗ്നൻസി കോസ് ഹാം ടു മദർ. ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മ പ്രഗ്നൻ്റ് ആയി 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മക്ക് ഹാർട്ടിന് വലിയൊരു രോഗം നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ അമ്മയെ ഇനി പ്രസവം എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സിക്ക് തള്ളി വിട്ടാൽ അമ്മ ചിലപ്പോൾ മരിച്ചു പോവാം, അല്ലേ? അപ്പോൾ കണ്ടിന്യൂവേഷൻ ഓഫ് പ്രഗ്നൻസി കോസ് ഹാം ടു മദർ. അല്ലെങ്കിലോ കണ്ടിന്യൂവേഷൻ ഓഫ് പ്രഗ്നൻസി കോസ് ഹാം ടു ബേബി. അതെങ്ങനെയാണ്? അമ്മ പ്രഗ്നൻ്റ് ആയി, അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ അമ്മക്കല്ല അപസ്മാരം വരാൻ തുടങ്ങി. അപ്പോൾ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അപസ്മാരത്തിനുള്ള മരുന്നുകൾ കൊടുക്കും. അപസ്മാരത്തിന് കൊടുക്കുന്ന സോഡിയം വാൾപ്രൊവൈറ്റ് അടക്കമുള്ള പല മരുന്നുകളും കുഞ്ഞിനെ ദോഷകരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിന് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രഗ്നൻസി ഇങ്ങനെ തുടർന്ന് അമ്മ ഈ മരുന്ന് ഇങ്ങനെ കഴിക്കല്ലേ, പല മരുന്നുകളും കേട്ടോ, ഫെനിറ്റോയിൻ, സോഡിയം വാൾപ്രൊവൈറ്റ്, ഇതെല്ലാം കുഞ്ഞിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അമ്മ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് കുഞ്ഞിന് ഡിഫക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? സോ കണ്ടിന്യൂവേഷൻ ഓഫ് പ്രഗ്നൻസി കോസ് ഹാം ടു ഫീറ്റസ്. അപ്പോൾ ഇഫ് കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി കോസ് ഹാം ടു മദർ ഓർ കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി കോസ് HARM HARM ടു ഫീറ്റസ്, അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് റേപ്പ്, വേറെയും കുറേ കാരണങ്ങൾ പറയാം. ഇത്തരം കാരണങ്ങളിലൊക്കെയാണ് നമ്മൾ അബോർഷൻ നടത്താറ്. എപ്പോഴും അബോർഷൻ നോക്കൂ, ആദ്യത്തെ 3 മാസം, പിന്നത്തെ 3 മാസം, പിന്നത്തെ 3 മാസം, അതായത് 6 മാസമായി പിന്നെ 9 മാസം. അതാണ് ട്രൈമസ്റ്ററുകൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് നോക്കി, ഏറ്റവും സേഫ് ആദ്യത്തെ 3 മാസത്തിൻ്റെ ഉള്ളിൽ അബോർഷൻ ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് സേഫ് ഇൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ആദ്യത്തെ 3 മാസത്തിൻ്റെ ഉള്ളിൽ 12 ആഴ്ചക്കുള്ളിൽ, ഏകദേശം കണക്കാട്ടോ പറയുന്നത്, കറക്റ്റ് ഒരു ട്രൈമസ്റ്റർ 12 ആഴ്ചയൊന്നുമല്ലേ. അതൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ MBBS ഒക്കെ പഠിക്കാൻ പോയ ആഴ്ചകൾ മാറ്റമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം, ആദ്യത്തെ 3 മാസം അപ്പോഴാണ് സേഫ്. രണ്ടാമത്തെ 3 മാസം, അതായത് 6 മാസം വരെ ഓക്കെയാണ്, വേണമെങ്കിൽ ചെയ്യാം. അത്ര സേഫായിട്ടൊന്നും അത്ര എളുപ്പത്തിലൊന്നും അബോർഷൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ പലപ്പോഴും മരുന്നൊക്കെ കുടിച്ചാൽ തന്നെ കുഞ്ഞ് അബോർഷനായി പോയിക്കോളും. ഇൻഡ്യൂസ്ഡ് അബോർഷൻ എളുപ്പത്തിൽ നടക്കും. ഇവിടെ ചെറിയ രീതിയിലുള്ള ചില സർജറി പോലത്തെ ചെറിയൊരു പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ നെവർ ഡൺ ഇൻ 3rd ട്രൈമസ്റ്റർ. ഒരിക്കലും അബോർഷൻ 3ാമത്തെ ട്രൈമസ്റ്ററിൽ ചെയ്യൂല. നെവർ ഡൺ. കാരണം എന്താ? അങ്ങനെ ചെയ്താൽ അത് അമ്മ വരെ മരണപ്പെടാനുള്ള കാരണമാവും. അതാണ് കേട്ടോ. അബോർഷൻ സേഫ് ഇൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ, ക്യാൻ ബി ഡൺ ഇൻ സെക്കൻഡ്, നെവർ ഡൺ ഇൻ 3rd ട്രൈമസ്റ്റർ ഒരിക്കലും ചെയ്യൂല. ഇനി ഈ ചാപ്റ്ററിലെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്.
ദാറ്റ് ഈസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, സെക്സിലൂടെ പകരുന്ന രോഗങ്ങൾ. നോക്കുക, കുറേ രോഗങ്ങളുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് ഇത്തരം രോഗങ്ങൾ STI എന്നാണ് വിളിക്കല്ലേ, ഷോർട്ട് ഫോം. ചിലപ്പോൾ STIൻ്റെ ഫുൾ ഫോം ചോദിച്ചേക്കാം കേട്ടോ. ഓക്കെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ഇതിൻ്റെ വേറെ പേരുകളുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, RTI, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ വെനേറിയൽ ഡിസീസസ് എന്നും വിളിക്കാറുണ്ട്. ഇതിന് വേറെ പേര് ഒരു പക്ഷേ ചോദിച്ചേക്കാം. റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വെനേറിയൽ ഡിസീസ്, രണ്ട് പേരുകൾ കൂടിയുണ്ട്. ഇനി ഇതിൻ്റെ ഉദാഹരണമാണ്, എപ്പോഴും ഒരു 4 ഉദാഹരണമൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഡിസീസുകൾ ഏതൊക്കെ ചോദിക്കും. 3 ഡിസീസാണ്: HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെർപ്പിസ്. വെറും ഹെർപ്പിസ് അല്ല, ജെനൈറ്റൽ ഹെർപ്പിസ്. കണ്ടോ, H വെച്ച് തുടങ്ങുന്ന 3 ആൾക്കാർ. കാണ്ട് ക്യൂവേർഡ് കംപ്ലീറ്റ്ലി. നോക്കൂ, കാണ്ട് ക്യൂർ കംപ്ലീറ്റ്ലി. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റത്തില്ല. കാണ്ട് ക്യൂർ കംപ്ലീറ്റ്ലി, പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റാത്ത, എത്ര ചികിത്സിച്ചാലും ഭേദമാക്കാൻ പറ്റാത്ത 3 ഏതാ? H വെച്ച് തുടങ്ങുന്നവർ: HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെർപ്പിസ്. ക്ലിയർ ആണല്ലോ. പിന്നെ വേറെ കുറേ ഉദാഹരണമുണ്ട്. ജെനൈറ്റൽ വാർഡ്സ്, ക്ലാമിഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, ഗൊണേറിയ, സിഫിലിസ് എന്നൊക്കെ ഇഷ്ടമുള്ളൊരു 4 ഉദാഹരണം പഠിക്കാം. പക്ഷേ അതിൽ ഇത് 3 മസ്റ്റായിട്ട് പഠിക്കണം. ജെനൈറ്റൽ വാർഡ്സ്, ജെനൈറ്റൽ ക്ലാമിഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, ഗൊണേറിയ, സിഫിലിസ്. അതിലേതെങ്കിലും ഒരു 2 കൂടെ പഠിച്ചേക്ക്. ഈ 3 ഉദാഹരണം മസ്റ്റായിട്ട് പഠിക്കുക, പൂർണ്ണമായി മാറ്റാൻ പറ്റാത്തത്. സെറ്റാണല്ലോ. ഇനി എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ അല്ലേ? STI ഉള്ള ആളുകൾക്ക് എന്തൊക്കെ സിംറ്റങ്ങളാണ് ജനറലി ഉണ്ടാവുക? ചൊറിച്ചിൽ, ഇച്ചിങ്, സ്വെല്ലിങ്, നീർക്കെട്ട് ഉണ്ടാവുക, ചെറിയ രീതിയിൽ വീർത്ത് വരിക, സ്ലൈറ്റ് പെയിൻ, ചെറിയ വേദന, ആൻഡ് ഫ്ലൂയിഡ് ഡിസ്ചാർജ്, ഫ്ലൂയിഡ് ഒഴുകി വരിക ഫ്രം ജെനൈറ്റൽ റീജിയൻ. ഇപ്പോൾ വജൈനയിൽ നിന്ന്, പിനസിൽ നിന്നൊക്കെ ഫ്ലൂയിഡ് വരിക. വളരെ ഫൗൾ സ്മെല്ലിംഗ് എന്ന് പറഞ്ഞാൽ മോശം സ്മെല്ലുള്ള, ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാവുക, പുറത്തോട്ട് വരിക. അതേപോലെ തന്നെ സ്ലൈറ്റ് പെയിന്, സ്വെല്ലിങ്, ഇച്ചിങ്, ഇതൊക്കെയാണ് എന്ത്? സിംറ്റംസ്. ക്ലിയർ അല്ലേ? സ്ലൈറ്റ് പെയിൻ, ഇച്ചിങ്, സ്വെല്ലിംഗ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഫ്രം ജെനൈറ്റൽ റീജിയൻ, ഇതൊക്കെയാണ് സിംറ്റം ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് അല്ലേ? ഇനി നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ എന്താണ്ടാവുക? രോഗം മൂർച്ഛിക്കുകയും അതുവഴി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അതാണ് കോംപ്ലിക്കേഷൻ. ഒരു രോഗം, ഇതിലുള്ള ഒരു രോഗം, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രോഗിക്ക് ഗൊണേറിയ ഉണ്ട്, നിങ്ങൾ ചികിത്സിച്ചില്ല, അപ്പോൾ എന്താണ്ടാവുക? രോഗം മൂർച്ഛിച്ചിട്ട് വലിയ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് നയിക്കൂലേ? അതാണ് രോഗങ്ങൾ ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ. അതിലൊരു കോംപ്ലിക്കേഷനാണ് PID. PID എന്ന് പറഞ്ഞാൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അങ്ങനെ പറഞ്ഞാൽ എന്താ എളുപ്പത്തിൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. നോക്കടാ മക്കളെ, ഇത് യൂട്രസ്, വജൈന അല്ലേ? ഇത് ഫീമെയിലിൻ്റെ വജൈനയിൽ ഇൻഫെക്ഷൻ വന്നു, അവളത് ചികിത്സിച്ചില്ല. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് യൂട്രസിലേക്കും ഫലോപ്പിയൻ ട്യൂബിലേക്കൊക്കെ രോഗാണുക്കൾ വന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അതാണ് ഇത് പെൽവിസ് എന്നാണ് വിളിക്കുക. യൂട്രസ് ഒക്കെ ഇരിക്കുന്നത് പെൽവിസിലാണ്, നമ്മുടെ ഈ ഒരു ഭാഗത്ത്, താഴ്ഭാഗത്തെ പെൽവിസ് എന്നാണ് വിളിക്കുക. അവിടെ പ്രശ്നം ഉണ്ടാവും. അതാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. പിന്നെന്താ? അവിടെ തകരാറായി ജെനൈറ്റൽ ലൈംഗിക അവയവങ്ങളൊക്കെ നശിച്ചാൽ ഇൻഫെർട്ടിലിറ്റി, കുഞ്ഞുണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവും. ഇനി ഇവൻ ചിലപ്പോൾ അവിടെ നിരന്തരമായിട്ട് ഇൻഫെക്ഷൻ വന്നാൽ ക്യാൻസർ ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ക്യാൻസർ വരെ ഉണ്ടാവും. സോ വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻ? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ഇൻഫെർട്ടിലിറ്റി ആൻഡ് ക്യാൻസർ ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. കുറേ എണ്ണം പറയും, ഈ 3 കോംപ്ലിക്കേഷൻ പഠിക്കുക. സെറ്റാണല്ലോ. ഇനി സാധാരണ എപ്പോഴും ചോദിക്കുന്നതൊന്നുമില്ല, പ്രിവെൻഷൻ. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? 3 കാര്യങ്ങളാണ്. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അറിയാത്ത ആളുകളുമായിട്ടൊക്കെ സെക്സിൽ ഏർപ്പെടാതിരിക്കുക. പിന്നെ നാട്ടിലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്ന് കരുതി എല്ലാവരെയും നിങ്ങളുടെ സെക്ഷൽ പാർട്ട്ണർ ആക്കാതിരിക്കുക. സോ അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. രണ്ടാമത്തെ കാര്യം, ഓൾവേസ് യൂസ് കോണ്ടം. എപ്പോഴും കോണ്ടം യൂസ് ചെയ്യുക. കോണ്ടം യൂസ് ചെയ്യാതെ പരിപാടിക്കൊന്നും പോകരുത്. മൂന്നാമത്തെ കാര്യം എന്താ? ഇൻ കേസ് ഓഫ് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് ഡൗട്ട് ഗെറ്റ് ഏർലി ചെക്കപ്പ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ചെക്കപ്പൊക്കെ നടത്തി ഇത് പ്രശ്നമാണോ പ്രശ്നം ഇല്ലേന്നൊക്കെ ഉറപ്പ് വരുത്തി ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക. 3 കാര്യങ്ങൾ എന്താ? അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ ആൻഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. 2, ഓൾവേസ് യൂസ് കോണ്ടം. ഇൻ കേസ് ഓഫ് ഡൗട്ട് ഗെറ്റ് ഏർലി ചെക്കപ്പ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. സെറ്റാണല്ലോ 3 കാര്യങ്ങൾ. മക്കളെ, ഈ ചാപ്റ്ററിലെ അവസാനത്തെ കാര്യം നീ പഠിക്കുന്നത് ദാറ്റ് ഈസ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് ART എന്ന് പറയല്ലേ. ഇൻഫെർട്ടിലിറ്റി ഉള്ള, അതായത് കുഞ്ഞില്ലാത്ത അവസ്ഥ, അതാണ് ഇൻഫെർട്ടിലിറ്റി. അതുള്ള കപ്പിൾസിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ചില ടെക്നിക്കുകൾ, ചില മെത്തേഡുകളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അതിന് മൊത്തത്തിലാണ് നമ്മൾ ARTയുടെ ഫുൾ ഫോം 1 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചില ടെക്നിക്കുകളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പരിപാടിയാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. എന്താണ് ടെസ്റ്റ്
ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് സ്പേം ഫ്രം ഹസ്ബൻഡ് ഓർ ഡോണർ, ഒന്നുകിൽ ഒരു ഡോണർ, ഒരു ദാതാവ്, ഏതോ ഒരാൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, രണ്ടാളൊരാളിൽ നിന്ന് സ്പേം എടുക്കുക. ഇനി ഇയാളുടെ തന്നെ വൈഫ് അല്ലെങ്കിൽ മറ്റേതോ ഒരു സ്ത്രീ, ഒരു ഡോണർ, അവരിൽ നിന്ന് ഓവം എടുക്കുക. സോ സ്പേം ആൻഡ് ഓവം ഈസ് കളക്റ്റഡ്. എന്നിട്ടോ ദേ ആർ ഇൻഡ്യൂസ്ഡ് ടു ഫോം സൈഗോട്ട് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ലബോറട്ടറിയിലെ ടെസ്റ്റ് ട്യൂബിൽ അതിനെ സൈഗോട്ടാക്കി മാറ്റുന്നു. ശരീരത്തിന് പുറത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, അങ്ങനെ സൈഗോട്ട് ഉണ്ടാക്കുന്നു. ക്ലിയർലി ദേ ആർ ഇൻഡ്യൂസ്ഡ് ടു ഫോം സൈഗോട്ട് ഇൻ ടെസ്റ്റ് ട്യൂബ്. നോക്കൂ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IVF. IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പുറത്ത് ഫെർട്ടിലൈസേഷൻ, ശരീരത്തിൻ്റെ പുറത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ വാട്ട് ഈസ് IVF? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ബോഡി, ദാറ്റ് ഈസ് കോൾഡ് IVF. സെറ്റ് ആണല്ലോ? ഇത് ചോദിക്കും. അപ്പോൾ ഇതിനകത്ത് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിലെ ആദ്യത്തെ കാര്യമാണ് IVF. സെറ്റ് അല്ലേ? ഇനി അങ്ങനെ IVF നടത്തി നമ്മൾ സൈഗോട്ട് ഉണ്ടാക്കി. ഈ സൈഗോട്ടിനെ ഇവിടെ തന്നെ വെച്ചാൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 ബ്ലാസ്റ്റോമിയർ, 2 സെല്ല്, 4 സെല്ല്, 8 സെല്ല്, 16 ഇങ്ങനെ ആവാനും തുടങ്ങും. ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഈ സൈഗോട്ടിനെ ഓർ എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ, ഇതിൽ 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള 8 സെല്ല് വരെയുള്ള സ്റ്റേജിനെ നമുക്ക് ഏത് ഫീമെയിലാണോ ഇനി ഇതിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. സോ സൈഗോട്ട് ഓർ എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് ഫീമെയിൽ. ആൻഡ് അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ സിഫ്റ്റ് എന്നാണ് വിളിക്കുക. സിഫ്റ്റിൻ്റെ ഫുൾ ഫോം ചോദിക്കും. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ക്ലിയർ ആണോ കുട്ടികളെ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഫുൾ ഫോം ചോദിക്കും. അപ്പോൾ സിഫ്റ്റിൽ എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് സൈഗോട്ട് ഓർ എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ, 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള എംബ്രിയോനെ അല്ലെങ്കിൽ സൈഗോട്ടിനെ നമ്മൾ മറ്റൊരു ഫീമെയിൽ ആരിലാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വെച്ച് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഓർ സിഫ്റ്റ്. ഇനി ഇവിടെ തന്നെ വെച്ചാൽ വീണ്ടും ഡിവൈഡ് ചെയ്ത് 8ലധികം ബ്ലാസ്റ്റോമിയർ, 16, 32 ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ, 8ലധികം ബ്ലാസ്റ്റോമിയർ ഉള്ള സ്റ്റേജ് ആണെങ്കിൽ ആ ഒരു അവസ്ഥയിലെത്തിയാൽ നമ്മൾ ഏത് ഫീമെയിലാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവരുടെ യൂട്രസിലേക്കാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻട്രാ യൂട്ടറൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ IUT എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഇൻട്രാ യൂട്ടറൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമ്മൾ IUT എന്ന് വിളിക്കും. ഇൻട്രാ യൂട്ടറൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ IUT. സെറ്റാണോ? അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ പാർട്ടാണ്? ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൻ്റെ പാർട്ടാണ്. സെറ്റല്ലേ? ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് ഒരു പോയിന്റ് കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. നോക്കൂ, പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് സ്പേമും ഓവവും കൂടെ ഇട്ട് കൊടുത്താൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായിട്ട് മാറും. പിന്നെ അത് ഡിവൈഡ് ചെയ്യാനൊക്കെ തുടങ്ങും. നമുക്കിത് രണ്ടും ചെയ്യാം. IUTയും അതേപോലെ സിഫ്റ്റൊക്കെ ചെയ്യാം. എന്നാൽ ചിലപ്പോൾ നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും സ്പേം ഓവത്തിലേക്ക് കയറൂല, ഫെർട്ടിലൈസേഷൻ നടക്കൂല. അത്തരം ചില ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? സ്പേമിനെ ആർട്ടിഫിഷ്യലി ഓവത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇഞ്ചക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ICSI. അതിന് നമ്മൾ പ്രത്യേകമായിട്ട് വിളിക്കുന്ന പേരാണ് ICSI. ഓക്കെ, സോ ലുക്ക്, സം ടൈംസ് IVF റിക്വയർ ICSI. എന്താ? ചിലപ്പോൾ നമ്മൾ IVF ചെയ്യണമെങ്കിൽ ICSI വേണ്ടി വരും. അല്ലെങ്കിൽ ICSI എന്ന് പറയുന്നത് IVFൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് IVF. എന്താ? അവിടെയും ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. സ്പേമും ഓവവും കൂടി ചേർന്ന് ശരീരത്തിന് പുറത്താണ്. സോ ICSI എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് IVF ആണെന്ന് നമുക്ക് പറയാം. നമ്മളോട് അതൊന്നുമല്ല ചോദിക്കുക. ICSIൻ്റെ ഫുൾ ഫോം ആണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. എന്താണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ? അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പേര് തന്നെയുണ്ട്. സ്പേം ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു. സ്പേമിനെ എങ്ങോട്ടാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്? ഇഞ്ചക്റ്റഡ് ഇൻ ടു സൈറ്റോപ്ലാസം ഓഫ് ഓവം. സ്പേം ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു സൈറ്റോപ്ലാസം ഓഫ് ഓവം. ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് സ്പേമിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് ICSI. സെറ്റാണോ? ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ ഫുൾ ഫോം ആണ് സാധാരണ ചോദിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. പേര് തന്നെ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക്. സൈറ്റോപ്ലാസത്തിലേക്ക് സ്പേം ഇഞ്ചക്ഷൻ, സ്പേമിനെ ഇഞ്ചക്ട് ചെയ്യുന്നു അല്ലേ? ഇനി ഒരു ഫീമെയിൽ, അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ടെക്നിക്ക്, ഒരു ഫീമെയിലിന് ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ നല്ലൊരു ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ബാക്കി എല്ലാ കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ മറ്റൊരു ഫീമെയിലിൽ നിന്ന് ഗമീറ്റ് എടുത്തിട്ട്, ഓവം എടുത്തിട്ട് ഇവർക്ക് വെച്ച് കൊടുക്കാം, ഇവരുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗിഫ്റ്റ്. ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. നോക്കൂ, ഇഫ് എ ഫീമെയിൽ കാണ്ട് പ്രൊഡ്യൂസ് ഓവം, ഒരു ഫീമെയിൽ ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു ഫീമെയിൽ നമ്മൾ ഓവം എടുത്തു വെച്ച് കൊടുക്കും. നോക്കൂ, ഓവം ഫ്രം ഡോണർ ട്രാൻസ്ഫേർഡ് ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് റെസിപ്പിയൻറ്റ്. ഡോണർ എന്ന് പറഞ്ഞാൽ ദാതാവ്, കൊടുക്കുന്ന ആൾ. അയാളിൽ നിന്ന് ആർക്കാണോ ഇതിന് പറ്റാത്ത ആ ലേഡി, ആ ഫീമെയിൽ അവരുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വെച്ച് കൊടുക്കും. ക്ലിയർ അല്ലേ? ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഗിഫ്റ്റ്. ഗിഫ്റ്റിൻ്റെ ഫുൾ ഫോം ചോദിക്കും. ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. എന്താ വിളിക്കുക? ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ.
ട്രാൻസ്ഫർ, ഗിഫ്റ്റ്. ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഓർ ഗിഫ്റ്റ്, അതിൻ്റെ ഫുൾ ഫോം ചോദിക്കും. അവസാനത്തെ പോയിന്റ്, എടാ ഒരു മെയിലിന് ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക് വജൈനയിലേക്ക് അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക് സ്പേമിനെ എത്തിക്കാൻ പറ്റുന്നില്ല. ഇനബിലിറ്റി ഓഫ് മെയിൽ പാർട്ട്ണർ ടു ഇൻസെമിനേറ്റ് ഫീമെയിൽ, ഫീമെയിലിനെ ഇൻസെമിനേറ്റ് ചെയ്യാൻ മെയിലിന് കഴിവില്ലാതിരിക്കുക, ഫീമെയിലിലേക്ക് സ്പേമിനെ എത്തിക്കാൻ മെയിലിന് കഴിവില്ലാതിരിക്കുക. ഒന്നുകിൽ അവൻ്റെ പിനസ് എങ്ങനെയും നശിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഇറക്റ്റ് ആവുന്നുണ്ടാവില്ല, ഇറക്റ്റായാൽ മാത്രമേ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. ദർ ആർ മെനി റീസൺസ്. ഓക്കെ, സോ ഇനബിലിറ്റി ഓഫ് മെയിൽ ടു ഇൻസെമിനേറ്റ്. അല്ലെങ്കിൽ അവന് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവൻ്റെ സിമൻ, അവൻ്റെ പുറത്തോട്ട് വരുന്ന സെക്രീഷൻ ഉണ്ടല്ലോ പിനസിൽ നിന്ന്, അതിൽ സ്പേം കുറവാണ്. അടുത്താണ് ലോ സ്പേം കൗണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കാരണം, ഒന്നുകിൽ ഇനബിലിറ്റി ഓഫ് മെയിൽ പാർട്ട്ണർ ടു ഇൻസെമിനേറ്റ് അല്ലെങ്കിൽ ലോ സ്പേം കൗണ്ട്. ഈ രണ്ട് സാഹചര്യത്തിലും ഈ രണ്ട് കേസിലും നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. നമ്മൾ മെയിലിൽ നിന്ന് സ്പേമിനെ കളക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സെമൻ എന്ന് പറഞ്ഞാൽ സ്പേമും സെമിനൽ ഫ്ലൂയിഡും ഒക്കെ കൂടെ ഒന്നിച്ചൊരു ഫ്ലൂയിഡായിട്ടാണ് വരിക, അതാണ് സെമൻ. ഈ സെമനിനെ അല്ലെങ്കിൽ സ്പേമിനെ മെയിലിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് ഫീമെയിലിലേക്ക് നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് കൊടുക്കുക, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അപ്പോൾ ഏതൊക്കെ കണ്ടീഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഇനബിലിറ്റി ഓഫ് മെയിൽ ടു ഇൻസെമിനേറ്റ് ഫീമെയിൽ ഓർ ലോ സ്പേം കൗണ്ട്, ഈ രണ്ട് കേസിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യാം. ഇനി നോക്ക്, നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സെമനെ എടുത്തിട്ട് ഫീമെയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ്. ആ ഇഞ്ചെക്റ്റ് നമുക്ക് ഫീമെയിലിൻ്റെ വജൈനയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക, അല്ലേ? ഒന്നുകിൽ നമുക്ക് ഫീമെയിലിൻ്റെ വജൈനയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക, ഒരു സിറിഞ്ച് പോലെ എടുത്തിട്ട് വജൈനയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ മേലോട്ട് കയറ്റിയാൽ എങ്ങോട്ടേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം? യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ കുട്ടികളെ? സോ വി ക്യാൻ ഇഞ്ചെക്ട് ഇൻ ടു വജൈന ഓർ ഇൻ ടു യൂട്രസ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ക്യാൻ ബി ഡൺ ഇൻ ടു വജൈന ഓർ ടു യൂട്രസ്. നിങ്ങൾ യൂട്രസിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രത്യേകമായിട്ട് വിളിക്കുന്ന പേരാണ് IUI അല്ലെങ്കിൽ ഇൻട്രായൂട്ടറൈൻ ഇൻസെമിനേഷൻ. എന്താ വിളിക്കുക? IUI അല്ലെങ്കിൽ ഇൻട്രായൂട്ടറൈൻ ഇൻസെമിനേഷൻ. സെറ്റാണോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം, അതിനകത്ത് തന്നെ IVF വരുന്നുണ്ട്. IVFൻ്റെ ഒരു ടൈപ്പ് ഓഫ് IVF ആണ് ICSI. പിന്നെ വരുന്ന കാര്യമാണ് എന്ത്? നമ്മുടെ ഈ പറയുന്ന 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള സ്റ്റേജിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്കും മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയറിനെ യൂട്രസിലേക്കും, അല്ലേ? നോക്കടാ, ഈ രണ്ടും കൂടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട് പറയാൻ. ഇത് രണ്ടും കൂടി നമ്മൾ ഒന്നിച്ച്, അതായത് ഒന്നുകിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് അല്ലെങ്കിൽ യൂട്രസിലേക്ക് നമ്മൾ ഈ എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ, ഇതിനെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ 2 രീതിയിൽ നടത്താം, അല്ലേ? അപ് ടു 8 ബ്ലാസ്റ്റോമിയർ ആണെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്കും മോർ ദാൻ 8 ആണെങ്കിൽ യൂട്രസിലേക്കും. അപ്പോൾ 2 തരം എംബ്രിയോ ട്രാൻസ്ഫർ ഉണ്ട്, ഒന്ന് സിഫ്റ്റ്, 2 IUT. രണ്ടും എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. സെറ്റല്ലേ? ഇനി ഫീമെയിലിന് ഓവ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും? ഗിഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്താ? ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇനി മെയിലിന് ഇനബിലിറ്റി ടു ഇൻസെമിനേറ്റ് ഓർ ലോ സ്പേം കൗണ്ട്. ഈ 2 കേസിലും നമ്മൾ എന്ത് ചെയ്യും കുട്ടികളെ? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യും, വിച്ച് ക്യാൻ ബി ഡൺ ഇൻ ടു വജൈന ഓർ ഇൻ ടു യൂട്രസ്. രണ്ടിൻ്റെയും പേര് നമ്മൾ പഠിച്ചു, അല്ലേ? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ്. യൂട്രസിലേക്കാണ് ഇൻസെമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പേര് പറയും. നോക്കൂ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ അത്ര എഫേർട്ട് എടുത്ത് ഇതൊക്കെ എഴുതി ഉണ്ടാക്കിയതാണ്, എന്നിട്ടാണ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്. ബിക്കോസ് അത്ര കുറച്ച് സമയം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ആ സ്നേഹം നിങ്ങൾ കാണിക്കണം. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ലവ് യു ഓൾ. ബൈ.